നമസ്കാരം. രാഷ്ട്രീയത്തിൽ സ്ഥിരം ശത്രുക്കളോ സ്ഥിരം മിത്രങ്ങളോ ഇല്ല എന്ന് പഴയൊരു വാചകം. ആ വാചകം അന്വർത്ഥമാക്കുന്ന വിധം തമിഴക രാഷ്ട്രീയവും മാറാൻ പോവുകയാണ്. അതിനുള്ള ചർച്ചകൾ രഹസ്യമായി നടക്കുകയാണ്. AIDMK സഖ്യവും TVKയും തമ്മിലുള്ള ചർച്ചകൾ. തമിഴകത്തുൾപ്പെടെ ഇപ്പോൾ ഇലക്ഷൻ നടന്ന സംസ്ഥാനങ്ങളിലെല്ലാം റിസൾട്ട് 4-ാം തീയതി തിങ്കളാഴ്ച വരികയാണ്. അതോടുകൂടി എങ്ങനെയാണ് സഖ്യസാധ്യതകൾ എന്ന കാര്യം അന്വേഷിക്കുകയാണ് AIDMKയും TVKയും. AIDMK BJP സഖ്യം TVKയെ സംബന്ധിച്ചിടത്തോളം നിതാന്ത എതിരാളികളായി പ്രഖ്യാപിച്ചതാണ്. TVK എന്ന പാർട്ടി പ്രഖ്യാപിച്ചപ്പോൾ തന്നെ BJPയും DMKയും തങ്ങളുടെ നിതാന്ത ശത്രുപക്ഷത്താണെന്ന് വിജയ് പ്രഖ്യാപിക്കുകയുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ അതിനെല്ലാം മാറ്റം സംഭവിച്ചിരിക്കുകയാണ്. AIDMK BJP സഖ്യത്തോടാണ് TVK അല്ലെങ്കിൽ വിജയ് സഖ്യസാധ്യത ആരായുന്നത്. അത് റിസൾട്ടിന് ശേഷമുള്ള കാര്യമാണ് ഇപ്പോൾ സംസാരിക്കുന്നത്. രഹസ്യ ചർച്ചകൾ ആരംഭിച്ചു കഴിഞ്ഞു. AIDMKയിൽ നിന്ന് മുൻനിര നേതാക്കളും TVKയുടെ മുൻനിര നേതാക്കളിൽ 2-3 പേരും ചേർന്ന് ചർച്ചകൾ ആരംഭിച്ചു കഴിഞ്ഞു. തിരഞ്ഞെടുപ്പ് ഫലത്തെ ആശ്രയിച്ചായിരിക്കും ഈ ചർച്ചകളുടെ മുന്നോട്ട് പോക്ക്. DMKക്ക് ഒറ്റയ്ക്ക് നിന്നാൽ 118 സീറ്റ് ലഭിച്ചില്ല എങ്കിൽ, 118 സീറ്റിൽ വിജയം ലഭിച്ചില്ല എങ്കിൽ TVKയെ കൂടി ചേർത്തുകൊണ്ടുള്ള സഖ്യമാണ് ആലോചിക്കുന്നത്. TVKക്ക് മന്ത്രിസഭയിൽ സുപ്രധാന സ്ഥാനങ്ങൾ നൽകിക്കൊണ്ട് എടപ്പാടി പളനിസ്വാമി മുഖ്യമന്ത്രിയായിക്കൊണ്ടുള്ള മന്ത്രിസഭാ രൂപീകരണമാണ് ചർച്ചയിൽ. TVK ചർച്ചയോട് കുറെ അടുത്തതായാണ് രാഷ്ട്രീയ വൃത്തങ്ങളിലെ സൂചന. TVK രൂപീകരിച്ചപ്പോൾ തന്നെ വിജയ് യഥാർത്ഥ രാഷ്ട്രീയ ശത്രുക്കളായി കരുതിയത് അല്ലെങ്കിൽ പ്രഖ്യാപിച്ചത് തന്നെ DMKയും BJPയുമാണ്. BJP AIDMKയുടെ സഖ്യകക്ഷിയുമാണ്. എന്നാലും ഇപ്പോൾ ഇവർ ഒന്നിക്കാനുള്ള സാധ്യതകൾ ഏറെയാണ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, രാഷ്ട്രീയത്തിൽ നിതാന്ത ശത്രുക്കളോ നിതാന്ത മിത്രങ്ങളോ ഇല്ല എന്ന്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ AIDMKയും TVKയും ഒന്നിക്കുന്നതിന് അല്ലെങ്കിൽ ഒന്നിച്ചു മത്സരിക്കുന്നതിന്, മുന്നണിയായി മത്സരിക്കുന്നതിനുള്ള ചർച്ചകൾ ആരംഭിച്ചതായി രാഷ്ട്രീയ വൃത്തങ്ങളിൽ ചർച്ചകൾ നടന്നിരുന്നു. എന്നാൽ അത് TVKയും DMKയും നിഷേധിക്കുകയായിരുന്നു. എന്നാൽ ആ രൂപത്തിലേക്കാണ് കാര്യങ്ങൾ എടുക്കുന്നത്. ഇലക്ഷൻ പ്രചരണ വേളയിൽ TVK DMKയെ ശക്തമായി വിമർശിച്ചിരുന്നു. എന്നാൽ AIDMKയെ അങ്ങനെ വിമർശിക്കാൻ TVK തുനിഞ്ഞതുമില്ല. BJPയെ സംബന്ധിച്ചിടത്തോളം ഈ കൂടിച്ചേരൽ അല്ലെങ്കിൽ ഈ ഒരു സഖ്യം വളരെ നിർണായകമാണ്. ലോകസഭയിലും രാജ്യസഭയിലും തമിഴകത്തിന്റെയും പശ്ചിമ ബംഗാളിന്റെയും സാന്നിധ്യം ചെറുതല്ല. രണ്ടുപേർക്കും കൂടി 50-ൽ കൂടുതൽ സീറ്റുകളുണ്ട് ലോകസഭയിൽ. ഇപ്പോൾ നിയമസഭയിൽ പിടിക്കുന്ന സീറ്റുകൾ ഭാവിയിൽ ലോകസഭാ ഇലക്ഷനെയും അതുപോലെ തന്നെ രാജ്യസഭാ ഇലക്ഷനെയും ബാധിക്കും അല്ലെങ്കിൽ ഉപയോഗിക്കാം എന്ന് BJPക്ക് നന്നായി അറിയാം. അതുകൊണ്ട് തന്നെ കേന്ദ്ര നേതൃത്വം മുൻകൈയെടുത്ത് ഈ ചർച്ചയ്ക്ക് മുതിരുന്നു എന്നാണ് സൂചന. അങ്ങനെ ഒരു സഖ്യമുണ്ടായാൽ തെക്കേ ഇന്ത്യയിലേക്ക് BJPയുടെ പ്രവേശനം കൂടുതൽ സുതാര്യമാകും, എളുപ്പമാകും. തെക്കേ ഇന്ത്യയിലേക്ക് പ്രവേശിക്കുന്നതിനുള്ള ശക്തമായ പടിവാതിലായി തമിഴകം മാറും BJPക്ക്. ഇനി അഥവാ ഭരണം കിട്ടിയില്ലെങ്കിലും ഭാവിയിലൊരു ഓപ്പറേഷൻ താമരയ്ക്ക് സാധ്യതയുണ്ട്, ഓപ്പറേഷൻ ലോട്ടസിന് സാധ്യതയുണ്ട് BJPക്ക്. കാരണം BJP കാത്തിരിക്കുന്നതും അത് തന്നെയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി ഉടൻ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.